നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. ഒന്നുമില്ല, ഇതാ നമുക്കിവിടെ ഒരു ബോഡി എടുക്കാം. ഇതൊരു ബോഡിയാണ്. ഈ ബോഡിയുടെ മാസ് ക്യാപിറ്റൽ എം ആണെന്നിരിക്കട്ടെ. ഓക്കെ, നമ്മുടെ ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാം. ഈ പോയിന്റിൻ്റെ പേരാണ് പി. ഓക്കെ, ഇതിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറാണെന്നിരിക്കട്ടെ. ഞാൻ ഈ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇതൊരു ബോഡിയാണ്. ഈ ബോഡിക്ക് ചുറ്റും ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലെ ഒരു പോയിന്റാണ് പി. അവിടുത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്തെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ നേരെ അങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് പോകും. എവിടെയാണ്? അങ്ങ് ഇൻഫിനിറ്റിയിൽ, ദൂരെ മലേഷ്യ പോവുകയാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. ഇൻഫിനിറ്റിയിലിരിക്കുന്ന 1 കിലോഗ്രാം മാസുള്ള ഒരു ബോഡിയെ അവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വരും. അവിടെ നിന്ന് എടുത്തിട്ട് ഈ പോയിന്റ് പിയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. പ്ലേസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു വർക്ക് ചെയ്യും. ഞാൻ എത്ര വർക്ക് ചെയ്യുന്നോ അത്രയും വർക്കാണ് ഈ പോയിന്റിലെ പൊട്ടൻഷ്യലിൻ്റെ ആൻസർ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കാണാൻ നേരെ എങ്ങോട്ട് പോകണം? ഇൻഫിനിറ്റിയിലേക്ക് പോകണം. എവിടത്തേക്ക് പോകണം? എങ്ങോട്ടേക്ക് പോകേണ്ടത്? ഇൻഫിനിറ്റിയിൽ. അവിടെ ചെന്നിട്ട് ആരെ പിടിക്കണം? 1 കിലോഗ്രാം മാസുള്ള ഒരു ബോഡിയെ എടുക്കണം. അവിടെ നിന്ന് എടുത്തിട്ട് എവിടെ കൊണ്ടുവയ്ക്കണം? പോയിന്റ് പിയിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു വർക്ക് ചെയ്യും. എത്രമാത്രം വർക്ക് ഞാൻ ചെയ്യുമോ അതാണ് ഈ പോയിന്റിലെ ഇൻറ്റൻസിറ്റി. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളിലൂടെ പറയാം. നമ്മൾ ഇവിടുന്ന് 1 കിലോഗ്രാം മാസുള്ള ഒരു ബോഡിയെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ? ഈ 1 കിലോഗ്രാം മാസുള്ള ബോഡിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ കയ്യെങ്ങാനും വിട്ടുപോയാൽ ഈ 1 കിലോഗ്രാം മാസുള്ള ബോഡിയെ ഈ എം മാസുള്ള ബോഡി അട്രാക്ട് ചെയ്ത് ഇങ്ങ് പിടിച്ചു കളയും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അതിനെ അനുവദിക്കരുത്. അപ്പോൾ എൻ്റെ 1 കിലോഗ്രാം മാസുള്ള ബോഡിയിൽ ഇവൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ കൊടുത്തോണ്ട് വേണം ഞാൻ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ചെയ്യാൻ. അപ്പം ഞാൻ ക്ഷീണിക്കും. അപ്പോൾ അതാണ് ഞാൻ വർക്കിൻ്റെ ആവശ്യം പറയുന്നത്. എന്താണ്? ഇൻഫിനിറ്റിയിലിരിക്കുന്ന 1 കിലോഗ്രാമിനെ വെറുതെ അങ്ങെടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. 1 കിലോഗ്രാമിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ക്യാപിറ്റൽ എം മാസുള്ള ബോഡി അതിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങോട്ടിട്ട് വലിച്ചോണ്ടിരിക്കും. അപ്പോൾ എൻ്റെ കൈയെങ്ങനും വിട്ടുപോയാൽ എൻ്റെ 1 കിലോഗ്രാം അതിൽ പോയി ഒട്ടിയിരിക്കും. അങ്ങനെ ഒട്ടാൻ ഞാൻ അനുവദിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഈ ബോഡി ആ ബോഡിയെ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, അതിന് ഈക്വൽ ഫോഴ്സ് ഞാൻ അങ്ങോട്ട് കൊടുക്കും. അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ 1 കിലോഗ്രാം മാസുള്ള ബോഡിയിൽ ഉള്ള നെറ്റ് ഫോഴ്സ് എത്രയാവും? 1 കിലോഗ്രാം മാസിലുള്ള നെറ്റ് ഫോഴ്സ് എത്രയാവും? നെറ്റ് ഫോഴ്സ് 0 ആവും. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ അല്ലേ? അപ്പൊ എം എയുടെ ആൻസർ 0 ആവും. 2 നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ 0 എന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്ന് 0 എന്നല്ലേ? അപ്പൊ എം കനോട്ട് ബി ഈക്വൽ ടു 0. എം മാസ് 0 ആവില്ല. അപ്പൊ എ എത്രയാവും? 0 ആവും. അതായത് എൻ്റെ 1 കിലോഗ്രാം മാസിന് ഇപ്പോൾ ആക്സിലറേഷൻ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ, നേരെ എവിടെയാ പോയത്? നിങ്ങൾ 1 കിലോഗ്രാമിനെ പിടിക്കാൻ വേണ്ടി എവിടെയാ പോയത്? മീനാക്ഷി? നമ്മൾ നേരെ ഇൻഫിനിറ്റിയിൽ പോയി. അവിടെ നിന്ന് 1 കിലോഗ്രാമിനെ എടുത്തോണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ ഇവിടെ ഇരിക്കുന്ന ക്യാപിറ്റൽ എം മാസുള്ള ബോഡി എൻ്റെ 1 കിലോഗ്രാം മാസിനെ അട്രാക്ട് ചെയ്യുന്നു. എൻ്റെ പിടി വിട്ടാൽ ഈ 1 കിലോഗ്രാം മാസ് ഇതിൽ പോയി ഒട്ടിയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അതിനെ അനുവദിക്കരുത്. അപ്പോൾ ഇവൻ എൻ്റെ 1 കിലോഗ്രാമിൽ കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വൽ ഫോഴ്സ് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങോട്ട് തള്ളണം. അങ്ങോട്ട് ഇങ്ങനെ തള്ളിപ്പിടിച്ച് വേണം ഇങ്ങനെ വരാൻ. കഷ്ടപ്പെട്ട് വേണം ഞാൻ വരാൻ. കാരണം ഞാൻ ഇങ്ങനെ കൊണ്ടുവരാൻ. ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് പിടിവിട്ടാൽ അങ്ങ് പൊക്കളെ. അപ്പം ഇങ്ങനെ പിടിച്ച് കഷ്ടപ്പെട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ? ഇതിനെ ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ശരിയല്ലേ? ഇപ്പം ഈ സമയത്ത് ഞാൻ എന്താണ് പറഞ്ഞത്? ഇങ്ങോട്ടുള്ള അട്രാക്ഷന് ഈക്വൽ ഫോഴ്സ് അല്ലേ ഞാൻ അങ്ങോട്ട് കൊടുത്തേ? അപ്പോൾ ഇതിനകത്തുള്ള ഈ 1 കിലോഗ്രാം മാസിലുള്ള നെറ്റ് ഫോഴ്സ് എത്രയായി? 0 ആയി. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ അല്ലേ? അപ്പോൾ എം എയുടെ ആൻസർ 0 ആയി. ഇപ്പോൾ 2 നമ്പർ ഇൻറ്റു ചെയ്തപ്പോൾ ആൻസർ 0. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് 0 ആവും. മാസ് ഒരിക്കലും 0 ആവുന്നില്ല. അപ്പോൾ എയുടെ വാല്യൂ എത്രയാ? 0. അപ്പം ഞാൻ 1 കിലോഗ്രാം മാസുള്ള ബോഡിയെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്തായിരിക്കണം? 1 കിലോഗ്രാം മാസുള്ള ബോഡിയിലുള്ള നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കണം? 0 ആയിരിക്കണം. അല്ലെങ്കിൽ 1 കിലോഗ്രാം മാസുള്ള ബോഡിയിലുള്ള ആക്സലറേഷൻ എത്രയായിരിക്കണം? 0 ആയിരിക്കണം. ഈ പരുവത്തിലേ കൊണ്ടുവരാവൂ. എന്തിനാണ് ഇങ്ങനെയൊക്കെ പാടുപെടുന്നത്? എന്നാൽ നമ്മുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത് എവരി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞ ലോ തുടങ്ങുന്നത് തന്നെ.
അപ്പോൾ അവിടെ റെസ്റ്റിലുള്ള ബോഡി ആയാലും യൂണിഫോം മോഷനിലുള്ള ബോഡി ആയാലും ആക്സലറേഷൻ 0 അല്ലേ? അപ്പോൾ എന്നാലേ ന്യൂട്ടൻ്റെ ലോ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ പരുവത്തിൽ കൊണ്ടുവരുന്നത്. ആക്സലറേഷൻ 0 ആയ പരുവത്തിലെ ഇവിടെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പ്രയോഗിക്കാൻ പറ്റൂ, ശരിയല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ന്യൂട്ടൻ്റെ ലോ പ്രയോഗിക്കണമെങ്കിൽ ഈ കണ്ടീഷനിലേ പ്രയോഗിക്കാൻ പറ്റൂ. സോ ആക്സലറേഷൻ ഓഫ് 1 കിലോഗ്രാം ഷുഡ് ബി 0. അപ്പോൾ ഞാൻ പറയാം, ഹിയർ you can find a body. Okay, what is the mass of the body? M. Then this is a point at a distance r. Okay, we have to find the gravitational potential at this point. We have to find the gravitational potential at this point. So where will you go? You must go to infinity. Then you take unit mass from there, 1 kilogram mass from there. Then you have to bring it and place at P. So for this you have to do work. The amount of work done by you is the answer of potential at the point P. Am I right? Then what is the purpose of that work? It is my question. So see, 1 kilogram mass will be attracted by capital M. Okay, so if I loosen my hands, what will happen? 1 kilogram mass will move directly towards M and stick on it. Am I right? So I should not allow that. So I must apply an equal force in the opposite direction on 1 kilogram. So the net force on 1 kilogram will become 0. So net force becomes 0. Then acceleration of 1 kilogram body becomes 0. Am I right? In that condition, you have to bring 1 kilogram to point P. Okay? So definitely you are doing work. So the amount of work done by you will be the answer of potential at this point. Is it clear to you? So what do you mean by gravitational potential at a point? See, it is a work done in bringing a unit mass from infinity to that point against gravitational force without accelerating it. Once again, it is a work done in bringing a unit mass from infinity to that point against gravitational force without accelerating it. Then let me ask you a question. See, what is the condition you have to follow when bringing 1 kilogram from infinity to that point? The acceleration of 1 kilogram body should be 0. Then in other terms, you can say the net force acting on 1 kilogram body should be 0. It is a condition. Okay, now you are going to get an expression for gravitational potential. അപ്പോൾ ഞാനിത് erase ചെയ്യാണ്, നോക്കിക്കോണം. സോ ഒന്നുമില്ല, നല്ല സിമ്പിളാണിത്. ഇത് നിങ്ങൾ വലിയ കാര്യമായിട്ട് വിചാരിച്ചാൽ വലുതായിട്ട് പോകും. ഓക്കെ, സോ ലിസൺ ഹിയർ. സോ ദിസ് ഈസ് എ ബോഡി, ഇറ്റ്സ് മാസ് ഈസ് ക്യാപിറ്റൽ M. Then P is a point at a distance r from it. Am I right? I want to calculate the gravitational potential at this point. Am I right? So where should I go? I must go to infinity. So I am going at infinity. Okay. Then see, I am considering my body. See, unit mass body. Okay. So mass of that. So I am taking that mass as M. What is the answer of small m? It is equal to 1. So 1 kilogram body is now at infinity. Shall I bring? So I am bringing. Okay, I am bringing. So what is the condition? Its acceleration should be 0. So it is a condition. In this condition, I am bringing. Okay. See, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ 1 കിലോഗ്രാം ബോഡിക്ക് ഇപ്പോൾ ആക്സലറേഷൻ ഇല്ലല്ലോ. ആക്സലറേഷൻ ഇല്ല എങ്കിൽ പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും. അപ്പം നിങ്ങൾ ഇതിനെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ വന്നാലേ ആക്സലറേഷൻ 0 ആവും. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിനെ കൊണ്ടുവരുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് കൊണ്ടുവരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എത്തി, ഞാൻ ഇപ്പം ഇവിടെ എത്തി. ഓക്കെ, P ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ 1 കിലോഗ്രാം മാസ് ഉള്ള ബോഡി ഇപ്പോൾ എവിടെ എത്തി? P ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഈ P ഡാഷ് എന്ന് പറയുന്നത് ഈ ബോഡിയിൽ നിന്ന് R ഡാഷ് ദൂരത്തിലാണ്. എത്ര ദൂരെയാ? R ഡാഷ് ദൂരത്തിൽ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ 1 കിലോഗ്രാം മാസ് ഉള്ള ബോഡിയെ ഇപ്പം ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ അട്രാക്ഷൻ ഫോഴ്സ് എത്രയാ? വാട്ട് ഈസ് അട്രാക്ഷൻ ഫോഴ്സ്? അട്രാക്ഷൻ ഫോഴ്സ് എത്രയെന്ന് പെട്ടെന്ന് പറയണം. അട്രാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് കാണാൻ Gm1m2/r² ഉപയോഗിക്കുക. Gm/r². ഇവിടെ R എന്ന് പറയുന്നത് R ഡാഷ് ആണ്, അതിൻ്റെ സ്ക്വയർ. അപ്പം ഇവിടെ ഇരിക്കുന്ന സമയത്ത്
പറയൂ. ഇവിടെ ഇരിക്കുന്ന 1 കിലോഗ്രാം മാസുള്ള ബോഡി ഇവിടെ ഇരിക്കുമ്പോൾ അതിന്റെ മണ്ടയിൽ ഇവൻ കൊടുക്കുന്ന ഫോഴ്സ് ആണിത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ഫോഴ്സ് കൊടുക്കണം ആണല്ലോ. അപ്പൊ ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ ഈ ഫോഴ്സ് കൊടുക്കുകയാണ്. കൊടുത്തോണ്ട് അങ്ങോട്ട് തള്ളി പിടിച്ചോണ്ട് ഞാൻ പതുക്കെ ഇങ്ങോട്ട് നീക്കിയത് ഇവിടെ വരെ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വരെ കൊണ്ടുവന്നു. ഞാനൊരു കുഞ്ഞ് പാത്ത് തള്ളി നീക്കി. ഓക്കെ, ഒരു dr' പാത്ത് തള്ളി നീക്കി. അപ്പോൾ ഞാൻ ഇതിന് ഈക്വൽ ഫോഴ്സ് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തോണ്ട് എന്ത് ചെയ്യണം? നെറ്റ് ഫോഴ്സ് 0 ആകുന്ന പരുവത്തിൽ ഞാൻ ഇതിനെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കണം. നീക്കി എത്ര ദൂരം നീക്കി? dr' നീക്കി. എത്ര നീക്കി? dr'. ഓക്കെ, അപ്പോൾ ഞാൻ എത്ര വർക്ക് ചെയ്ത് കാണും? ഞാൻ ചെയ്ത വർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ മതി. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക് പറയും. മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക്. വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ആണല്ലോ, വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് മനസ്സിൽ ധ്യാനിച്ചു. ഇനി ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ ചുമ്മാതെ F ഇൻറ്റു D എന്ന് എടുത്തത്. അപ്പോൾ ഞാൻ എത്ര ഫോഴ്സ് കൊടുത്തു? G(m)/r' എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്തു. ആണല്ലോ, ഞാൻ എത്ര ദൂരം നീക്കി? dr' ദൂരം. ഇതാണ് ഞാൻ ചെയ്ത വർക്ക്. അപ്പൊ ഞാൻ ചെയ്ത വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതാണ്. ആണല്ലോ, ഇനി ഞാൻ എവിടെ നിന്നാണ് തള്ളിക്കൊണ്ടുവരുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റ് Pയിലേക്കാണ് ഞാൻ തള്ളിക്കൊണ്ടുവരേണ്ടത്. അപ്പൊ നിങ്ങളുടെ 1 കിലോഗ്രാം മാസുള്ള ബോഡി ആദ്യം എവിടെ ഇരിക്കുന്നത്? ഇൻഫിനിറ്റിയിൽ. അപ്പൊ ഇവൻ തൊട്ട് ആ ബോഡി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. ലാസ്റ്റിൽ നിങ്ങൾ അവനെ കൊണ്ട് ഇവിടെ വയ്ക്കും. ഇവിടെ വയ്ക്കുന്ന സമയത്ത് ഇവനും അതും തമ്മിലുള്ള ദൂരം 6 ആവും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? 1 കിലോഗ്രാം മാസുള്ള ബോഡി ആദ്യം ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ ഇവിടം തൊട്ട് അതുവരെയുള്ള ദൂരം ഇൻഫിനിറ്റിയാണ്. ലാസ്റ്റിൽ നിങ്ങൾ അതിനെ കൊണ്ടുവന്ന് Pയിൽ വയ്ക്കും. Pയിൽ വയ്ക്കുന്ന സമയത്ത് ഇവനും അതും തമ്മിലുള്ള ദൂരം 6 ആവും. ആണല്ലോ, ഇപ്പൊ ഞാൻ ഒരു കുഞ്ഞു പാത്ത് തള്ളി നീക്കാൻ വേണ്ടി ചെയ്ത വർക്കാണ് ഈ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും വലിയ പാത്ത് തള്ളിക്കൊണ്ട് വരാൻ വേണ്ടി ചെയ്ത വർക്ക് കണ്ടുപിടിച്ചാൽ അതല്ലേ പൊട്ടൻഷ്യലിന്റെ ആൻസർ? അപ്പൊ പൊട്ടൻഷ്യലിന്റെ ആൻസർ കാണാൻ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യലിന്റെ ആൻസർ കാണാൻ ഞാൻ ഈ ആൻസറിനെ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഒരു കുഞ്ഞു പാത്തിൽ തള്ളി നീക്കുന്ന വർക്ക് അറിയാമെങ്കിൽ ഒരു വലിയ പാത്തിൽ തള്ളി നീക്കാനുള്ള വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇന്റഗ്രൽ ഈ ആൻസർ. അപ്പോൾ G(m)/r' dr' എന്നാണ്. ഇനി ലിമിറ്റ് കൊടുക്കണം. എവിടെ നിന്നാണ് തള്ളിക്കൊണ്ടുവന്നത്? ഇൻഫിനിറ്റിയിൽ നിന്ന്. ലാസ്റ്റിൽ എവിടെ കൊണ്ടുവന്ന് വെച്ചു? Pയിൽ. അപ്പൊ ആദ്യം ഇൻഫിനിറ്റ് സെപ്പറേഷൻ ആണ്, ലാസ്റ്റിൽ കൊണ്ടുവരുന്നത് R സെപ്പറേഷനിലേക്കാണ്. അപ്പൊ ഇൻഫിനിറ്റ് സെപ്പറേഷനിൽ നിന്ന് R സെപ്പറേഷനിലേക്ക്. അപ്പൊ അത് ആൻസറിലേക്ക് അടുക്കുകയാണ് ഞാൻ. അപ്പൊ ഞാൻ ആ സൈഡിലുള്ള കുറെ ലൈൻസ് എല്ലാം ഇറേസ് ചെയ്യാം, എന്നിട്ട് അവിടെ ഞാൻ എഴുതാം. ആയിക്കോളൂ. അപ്പൊ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് പറയണം. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു, ഞാൻ ഇവിടുന്ന് കോൺസ്റ്റന്റുകളെയൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുന്നു. Gയും M-ഉം M-ഉം ഒക്കെ കോൺസ്റ്റന്റുകളാണ്, എടുത്ത് പുറത്ത് വെച്ചു. അപ്പൊ G(m) M ഒക്കെ എടുത്ത് പുറത്ത് വെച്ചു. ബാക്കി ഇന്റഗ്രൽ, ബാക്കി ഇൻഫിനിറ്റി ടു R, ബാക്കി 1/r'², 1/r'² dr' എന്നാണ്. ഓക്കെ, അപ്പൊ ഇസ് ഈക്വൽ ടു ഞാൻ എഴുതുകയാണ്. G(m)M അതുപോലെ എഴുതി. ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു R, ഇതങ്ങ് മേലെ ചെല്ലുമ്പോൾ r'⁻² എന്നായി dr'. ഇനി നിങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാം. ഇന്റഗ്രൽ x⁻n dx എന്നാണെങ്കിൽ ആൻസർ x⁻n+1/n+1 എന്നാണ്. ആണല്ലോ, അപ്പൊ ആ ആൻസർ ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ x ആണെങ്കിൽ ഇവിടെ dx, ഇവിടെ r' ആണ്, ഇവിടെ dr' ആണ്. അപ്പൊ നമ്മുടെ അതേ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ G(m)M അതുപോലെ എഴുതി. ഇതിന്റെ ആൻസർ എഴുതാണ് ഇന്റഗ്രൽ r'⁻² dr'. എക്സിന് പകരം r', n-ന് പകരം -2. ഓക്കെ, ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ആൻസർ പറയൂ. r'⁻² -2+1/-2+1 എന്നാണ് എനിക്ക് കിട്ടിയ ആൻസർ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ. ഇന്റഗ്രേറ്റ് ചെയ്ത ആൻസറിനെ ഞാനൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടും, എന്നിട്ട് ലിമിറ്റ് സൈഡിൽ കൊടുക്കും. ഇൻഫിനിറ്റി ടു R, പേടിക്കരുത്. സീക്വൽ ടു G(m)M അതുപോലെ എഴുതി. ബാക്കി r' അതുപോലെ എഴുതി. -2+1 എന്ന് പറഞ്ഞാൽ -1 എന്നാണ്. -2+1 -1 എന്നാണ്. ഓക്കെ, ഇൻഫിനിറ്റി ടു R. നമ്മുടെ ഇവിടെ താഴെ 1 വന്നാൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല. നെഗറ്റീവ് പക്ഷേ മൈൻഡ് ചെയ്യണം. ഈ നെഗറ്റീവ് എടുത്ത് നമുക്ക് ഇവിടെ വയ്ക്കാം. അപ്പൊ എന്തായി? -G(m)M അതുപോലെ എഴുതി. ബാക്കി r' അതുപോലെ എഴുതി. r'⁻⁻1 അതുപോലെ എഴുതി. ഇൻഫിനിറ്റി ടു R എന്ന് എഴുതി. ഓക്കെ,
ഇനി പേടിക്കരുത്, ബാക്കി ഞാൻ ഇവിടെ എഴുതാം ഇസ് ഈക്വൽ ടു മൈനസ് ജി എം എം അതുപോലെ എഴുതി. ബാക്കി ഇതിനെ 1/r' എന്ന് എഴുതാം. അപ്പോൾ 1/r' ഇൻഫിനിറ്റി ടു ആർ എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ r' എന്ന് പറയാൻ അപ്പർ ലിമിറ്റും പിന്നെ ലോവർ ലിമിറ്റും ഇടണമെന്നാണ് റൂള്. അപ്പോൾ അതാ സീക്വൽ ടു മൈനസ് ജി എം എം അതുപോലെ എഴുതി 1 അപ്പർ ലിമിറ്റ് മൈനസ് 1 ലോവർ ലിമിറ്റ്. കണ്ടോ? ഇനി ഞാനൊരു കാര്യം പറയാം. സീറോയുടെ റെസിപ്രോക്കൽ എത്രയാ? സീറോയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/0. 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എന്നാണ്. ഓക്കെ, ഇനി അപ്പോൾ സീറോയുടെ റെസിപ്രോക്കൽ ഇൻഫിനിറ്റി ആണല്ലോ. അപ്പൊ ഇൻഫിനിറ്റിയുടെ റെസിപ്രോക്കൽ എത്ര വരും? 0 വരും. സീറോയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/0. 1/0 എത്ര? ഇൻഫിനിറ്റി. അപ്പൊ സീറോയുടെ റെസിപ്രോക്കൽ ഇൻഫിനിറ്റി. അപ്പൊ ഇൻഫിനിറ്റിയുടെ റെസിപ്രോക്കൽ എത്ര? 0. അപ്പൊ ഇൻഫിനിറ്റിയുടെ റെസിപ്രോക്കൽ എന്ന് എങ്ങനെ എഴുതും? 1/∞. അപ്പൊ 1/∞ ആൻസർ എത്ര? 0. അപ്പൊ 1/∞ ആൻസർ 0. അപ്പൊ മൈനസ് ജി എം എം അതുപോലെ എഴുതി. ബാക്കി ഈ 1/∞ 0, ബാക്കി 1/r. നിങ്ങളുടെ ആൻസർ ആയി കഴിഞ്ഞു. സീക്വൽ ടു മൈനസ് ജി എം എം ബൈ ആർ എന്നാണ് എനിക്ക് കിട്ടിയത്. ഇവിടെ സ്മോൾ എമ്മിന്റെ വാല്യൂ 1 അല്ലേ? അപ്പൊ അതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ സീക്വൽ ടു എന്ത് വരും? മൈനസ് ജി എം ബൈ ആർ എന്ന് വരും. സോ ദിസ് ഈസ് ആൻസർ ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഇപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ആൻസർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. വാട്ട് ഈസ് ആൻസർ ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? മൈനസ് ജി എം ബൈ ആർ എന്നാണ്. ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇവിടെ ഫൈനൽ ആൻസറിനെ ഞാൻ ഇവിടെ എഴുതാം. നോക്കൂ, ഇവിടെ ഇറേസ് ചെയ്തിട്ട് എഴുതാണ്. നിങ്ങൾ നോക്കിക്കോളൂ. നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഞാൻ വി എന്ന് അങ്ങനെ എഴുതാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു മൈനസ് ജി എം ബൈ ആർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആണല്ലോ. ഈ നെഗറ്റീവ് നമുക്കൊരു പണി തരുന്ന സൈനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആറ് കൂടിയാൽ എന്ത് ചെയ്യും? വി കുറയുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇവിടെ നെഗറ്റീവ് ആണ് മക്കളെ കിടക്കുന്നത്. അപ്പൊ ഓർത്ത് വയ്ക്കണം, ആറ് കൂടിയാൽ വിയും കൂടും. 6 കൂടിയാൽ വിയും കൂടും. 6 കൂടിയാൽ വിയും കൂടും. നമുക്ക് 6 കൂടിയാൽ വി എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ഇല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ 6 കൂടിയാൽ വി കുറയും എന്ന് പറയും. ഇനി പക്ഷെ ഇവിടെ നെഗറ്റീവ് കിടക്കുന്നുണ്ടെന്ന് പറയണം. 6 കൂടിയാൽ വിയും കൂടും. ഓക്കെ, അപ്പൊ 6 കൂടിയാൽ വിയും കൂടും. കുളമാക്കരുത്. 6 കൂടിയാൽ വിയും കൂടും. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് ആൻസർ ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ആൻസർ ഒരു നെഗറ്റീവ് ആൻസർ ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ എവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ആൻസർ എടുത്താലും എന്തായിരിക്കും? നെഗറ്റീവ് ആൻസർ ആയിരിക്കും. 6 കൂടുമ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും കൂടും. ഓക്കെ, അപ്പം മനസ്സിലായത് ഇപ്പം മനസ്സിലായാൽ മതി. ഞാൻ അടുത്ത ഒരു പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പം ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നുകൂടെ പറയാണ്. ഒന്നുകൂടെ. സോ ലിസൺ ഹിയർ. സോ ഐ വാണ്ട് ടു ഫൈൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. Listen properly. You consider a body. So this is a body. Okay. What is the mass of your body? Capital M. Then this is a point known by the name P at a distance R. No problem. I want to calculate the gravitational potential at P. So for that I must go to infinity. So I am going to infinity. Okay. I am considering I am taking 1 kilogram mass from there. Okay. Then I am bringing it to point P. Okay, I am bringing it to point P. So while bringing, so the net force acting on 1 kilogram should be 0. So acceleration of it should be 0. So you must bring it with a constant velocity. So you are moving this body with a constant velocity towards point P. Okay, work done for this process is a gravitational potential at this point. Am I right? So now I am at the point P dash. Now I am at the point P dash. The distance to P dash is R dash. So the body of mass 1 kilogram is now at point P dash. That 1 kilogram is attracted by this capital M. So what is the attractive force? So what is attraction force? Say. So what is the attraction force? Attraction force is equal to G M by R dash square. Okay,
So this is a attraction given by this body. Am I right? So the external agency, I am the external agency. External agency should apply equal force in the opposite direction. So I must apply the same force in the opposite direction, and I must move this with a constant velocity. Am I right? So shall I move along a small path? So I am moving along a small path known by the name dr dash. Okay, so what is the path is very small. Am I right? So what is the force applied by me? What is the magnitude of force applied by me? Gm by r dash square. By applying this force, I am moving along a small path. So I am doing a small work. So what is the work done? So work done will be a small work. Am I right? Work done in moving along the small path is equal to, you just think, I want the magnitude of work. Work is equal to force into displacement. You just think that. See, what is the force applied by me? What is the magnitude of force? Gmm by r dash square. What is the displacement? Dr dash. Am I right? This is the magnitude of work done by the external agency in moving in a small path. Okay, then what will be the work done in bringing the body from infinity to point P? See, work done in moving the body along a small path, you know. Okay, then what will be the work done in bringing the body from infinity to that point? So it will be, see, a capital W. Okay, this work is answer of potential. So how can you calculate the potential? Integral, say, integral infinity to, so finally you are reaching the point P. So initially your body is at infinity, so the distance from this body to that will be infinity. Finally you are reaching at the point P, so the distance become R. So infinity to R, then this one. Okay, Gmm by r dash square dr dash. Okay, so this is a answer of potential. Now what will you do then? See, അടുത്ത നമ്മൾ ചെയ്യേണ്ടത് നോക്കിക്കോണം. സേ പൊട്ടൻഷ്യൽ V is equal to പറയും Gmm taken out. So Gmm taken out, then integral പറയൂ infinity to R, ബാക്കി 1 by r dash square, 1 by r dash square dr dash. Okay, so potential is equal to Gmm, then this comes up. So integral infinity to r dash raised to minus 2 dr dash. Okay, then you know the equation. So what is the equation? You know, integral x raised to n dx is what? X raised to n plus 1 by n plus 1. So this equation you know. Okay, then you are applying the same here. So potential is equal to Gmm. So what is the answer of this? Say r dash raised to minus 2 plus 1 by minus 2 plus 1. You have to keep this in a square bracket. Am I right? Then limits at the side, infinity to r. Then what is the next? So potential is equal to Gmm. Then r dash raised to, say, minus 2 plus 1 minus 1 divided by minus 2 plus 1 minus 1. Then infinity to r. Then we don't mind this one, but you have to consider this negative. The negative is taken here. So V is equal to minus Gmm, then r dash raised to minus 1, then infinity to r. Then V is equal to, say, minus Gmm. Then this can be written like this, 1 by r dash infinity to r. Okay, instead of r dash you can put upper limit then lower limit. So say the answer. So potential is equal to what? Minus Gmm, then 1 by r minus 1 by infinity. Then what is 1 by infinity? Keep in mind, what is 1 by infinity? 0. So the second term cancel. I am getting V equal to minus Gm in mm into 1 by r. Am I right? Or V equal to minus Gmm by r. Am I right? Here what is m? Here m, small m is equal to 1. Am I right? So therefore what is the answer of potential? Potential is equal to minus Gm by r. Am I right? So you are getting your final result. Gravitational potential at the point is equal to minus Gm by r. Okay, so gravitational potential is a negative answer. So inside the gravitational field, gravitational potential is always negative. Then when r increases, V also increases. Keep in mind, when r increases, gravitational potential also increases. ഇപ്പോൾ ഏകദേശം നേരത്തെ പറഞ്ഞേക്കാളും മനസ്സിലായെന്ന് എനിക്കറിയാം.
അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ സമ്മറി ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ സഹകരിച്ച് ആൻസറുകളൊക്കെ പറയണം. ഓക്കെ, അപ്പോൾ erasing everything. Listen. See, you consider a body of mass capital M. Then P is a point at a distance smaller from it. We want to calculate the gravitational potential at this point. So we must move to infinity. Okay, take 1 kilogram mass from that. Okay, you have to bring it and place it at point P. So what is the condition you have to follow? Your 1 kilogram should get 0 acceleration. Am I right? So you must bring it with a constant velocity. It is the only condition. Okay, so you are moving 1 kilogram at a constant speed to the point P. Am I right? Now so in between you are reaching a point P dash, okay, at a distance R dash from the center of capital M. Am I right? See, 1 kilogram is now at the point P dash. See, this 1 kilogram will be attracted towards M. So what is the attraction force? Say, so what is the attractive force? So attractive force is M by R dash square. Am I right? This is attractive force, no doubt. Then to move this body, we must apply the same force in the opposite direction to make the acceleration 0. So what is the magnitude of applied force? Magnitude of applied force is the same. Okay, then suppose you are moving along a small path dr dash by applying this force. Then what will be the work done by you? So work done in moving in a small path. Small path will be taken as dw. Am I right? As it is a small work. Work engane kanum? How will you calculate the magnitude of work? Force into displacement. What is the applied force? Gmm by r dash square into displacement dr dash. This is a work done in moving along a small path. Then what will be the work done in bringing the body from infinity to that point? So integral this. So work done in bringing the body from infinity to that point is a gravitational potential at that point. It is equal to integral this. So integral Gmm by r dash square dr dash. No problem. Then what are the limits? Initially your 1 kilogram is at infinity. Finally it is arriving at the point P. So when it is at infinity, the distance is infinity. When it is at the point P, the distance becomes R. So what are the limits? Infinity to R. Okay, then potential is equal to Gmm taken out, then integral infinity to R, say 1 by R dash square dr dash. Then what is the next one? See, potential is equal to, say, Gmm, then see, this can be taken up. So integral infinity to R, this comes up, so R dash raised to minus 2 dr dash. Okay, then what is our equation? Integral x raised to n dx is what? X raised to n plus 1 by n plus 1. You know this. So apply that here. See, potential is equal to, say, Gmm. Then what is the answer of this? R dash raised to minus 2 plus 1 by minus 2 plus 1. It is answer. You place this in a square bracket, limit at side. So infinity to R. Then balance here. Say potential is equal to Gmm as such. Then what is the next? R dash raised to, say, R dash raised to minus 2 plus 1. Minus 1. So minus 1 divided by, then minus 2 plus 1, minus 1. Then infinity to R. Then V is equal to Gmm into, say, you don't mind this one, this negative should be taken up, say negative, then R dash raised to minus 1, okay, then infinity to R. Then V is equal to minus Gmm as such. Then what is the next one? This can be written as 1 by R dash, then infinity to R. Then instead of R dash, we are putting upper limit and lower limit. Say V is equal to minus Gmm into 1 by R minus 1 by infinity. What is 1 by infinity? 1 by infinity is 0. So this term cancel. I am getting V equal to what? Minus Gmm by R. Here what is
m, small m is 1 kilogram. Therefore, what is answer of potential? Potential is equal to minus gm by r. Okay, very very clear. See, as r increases, v also increases. Inside the gravitational field, gravitational potential is always negative. Keep in mind, very very important. In the gravitational field, v is always negative. As r increases, v also increases. Okay, ആണല്ലോ. അടുത്തിലേക്ക് പോകൂടെ?